ഇതാണ് ഉപ്പൻ മീൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചയൂണിന് കറി. ഉപ്പൻ മീൻ നന്നായിട്ട് നമുക്ക് അറുത്ത് കഴുകിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞ വെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. ആവശ്യത്തിന് തേങ്ങ, ചെറിയ ഉള്ളി. ഇതിനൊപ്പം അരയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉലുവ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉലുവ വറുക്കാൻ തുടങ്ങാം. അങ്ങനെ ആവശ്യത്തിന് ഉലുവ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഉലുവ റെഡിയായി. ഇനി അതും കൂടി നമുക്ക് തേങ്ങയിലോട്ട് ചേർത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് അരച്ച് റെഡിയാക്കി എടുക്കാം. അങ്ങനെ അരപ്പ് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഈ അരപ്പിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ആ അരപ്പ് നമുക്ക് മീനിലേക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ അരപ്പൊക്കെ നന്നായിട്ട് നമ്മൾ മീനിലൊഴിച്ച് ഇനി അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി ചേർക്കാവുന്നതാണ്. അങ്ങനെ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വറുക്കാം. അതിനുശേഷം അത് ഈ മീനിലേക്ക് ഡയറക്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കറിയിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് ഉപ്പൻ മീനായതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്തിട്ട് മീൻ അടുപ്പിൽ വയ്ക്കാം. മീൻ നല്ല തിളച്ചൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. നന്നായിട്ട് അരപ്പ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്, വറ്റി. അപ്പോൾ ഇതിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല, ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യം എന്തായാലും വന്നിട്ടില്ല. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് ചെറുതീയിൽ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മീൻ കറി ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒന്ന് തണുത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ചോറിനോടൊപ്പം അടിപൊളി മീൻ കറി കഴിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.